പാർട്ടി സെക്രട്ടറി എന്ന പിണറായി വിജയൻ്റെ കാറിൽ പിണറായി വിജയൻ ഇരിക്കുന്ന ആ ഡ്രൈവറുടെ സീറ്റിന് ബാക്കിലായിട്ടിരിക്കുന്ന ആ സീറ്റിന് ഇപ്പുറത്ത് ചിലപ്പോൾ ആൾക്കാർ കാണാറുണ്ട്, 1-2 പേരൊക്കെ കാണാറുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ഇരിക്കുന്ന ആ ഡ്രൈവർക്ക് തൊട്ട് പുറകിലുള്ള സീറ്റിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ സീറ്റിൽ പുറകിലത്തെ സീറ്റിൽ രണ്ടാമത്തെ നിരയിലുള്ള ആ സീറ്റിന് ഇപ്പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഒരാളെ ഞാൻ 9 വർഷം കണ്ടിട്ടുള്ളൂ. അത് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇത് സ്വാഭാവികമായിട്ട് മനസ്സിലാവും, അമൃതയും കണ്ടിട്ടുണ്ടാവാം. അത് കമലാ വിജയനാണ്. അത് എവിടെ പോയാലും, എന്തെങ്കിലും വ്യക്തിപരമായ ചടങ്ങിന് പോയാലും അല്ലാതെ പോയാലും, ഇപ്പോൾ വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴായാലും എല്ലാം കമലാ വിജയനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ പിണറായി വിജയൻ്റെ കാറിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ വന്നിറങ്ങുന്നത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. കാരണം അസാധാരണമായൊരു കാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ വരുന്നു, വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ഒരുമിച്ച് വേദിയിലേക്ക് കയറി പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അവർ തമ്മിൽ CPIയും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് കുറേ കാലമായി. ചതിയും ചന്തു എന്ന് അദ്ദേഹം വിളിക്കുന്നു, തിരിച്ച് മറുപടി ബിനോയ് വിശ്വം പറയുന്നുണ്ട്. അങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ കാറിൽ കയറിയ ചോദ്യം ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. അന്നേരം ബിനോയ് വിശ്വം പറയുന്നത്, ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൈ കൊടുക്കും, അല്ലെങ്കിൽ സംസാരിക്കും, കുശലാന്വേഷണം നടത്തും, കാറിൽ ഒരിക്കലും ഞാൻ കയറ്റില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം. അത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കുറച്ച് സമയമാണ് അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ എടുത്തേണ്ട 25 മിനിറ്റ്. അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളായിരുന്നു. ഈ ചോദ്യങ്ങൾക്കിടയിൽ ഒരു ചോദ്യമായി വന്നത്, ബിനോയ് വിശ്വം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ CM എന്ന് പറഞ്ഞപ്പോൾ, അതുവരെ ഉണ്ടായിരുന്ന പിണറായി വിജയനല്ല നമ്മൾ നോർത്ത് ബ്ലോക്കിൽ, സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ബ്ലോക്കിലെ ആ ഒറ്റ സീറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് കുറച്ച് കടുപ്പപ്പെട്ട പിണറായി വിജയനെ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരു പിണറായി വിജയൻ്റെ മുഖം ഉണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ എടോ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ ആക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു പിണറായി വിജയനുണ്ട്. അന്നും പിണറായി വിജയൻ്റെ മുഖം എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയത്. അത് അദ്ദേഹം പറയുന്നത്, പിണറായി വിജയനല്ല ബിനോയ് വിശ്വം. ബിനോയ് വിശ്വത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യണ്ട. പിണറായി വിജയൻ ചെയ്ത കാര്യത്തിൽ തെറ്റില്ല എന്ന് പിണറായി വിജയന് ബോധ്യമുണ്ട് എന്ന് പറയുക വഴി എന്നെ തിരുത്താൻ ഈ വിഷയത്തിൽ വരേണ്ടതില്ല, നിങ്ങൾ, ഞാൻ ചെയ്തത് ശരിയാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. അങ്ങനെ CPI അതിനെ തള്ളിപ്പറയുമ്പോൾ, വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുമ്പോൾ, ഇപ്പുറത്ത് CPM അത് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു. പ്രധാനപ്പെട്ട ഘടകകക്ഷി ഇങ്ങനെ തള്ളിപ്പറയുമ്പോഴും വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്ന സമീപനം അത് കാലങ്ങളായിട്ട് സ്വീകരിക്കുന്നതാണ്. ആ സമീപനം തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. CPI ഇത്തരത്തിൽ ഇടഞ്ഞു തന്നെ നിൽക്കുന്നതിനിടയിലാണ് പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനം അങ്ങനെ തന്നെ തുടരുന്നത്. നമുക്കറിയാം, ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ LDFനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അത്ര വലിയ ഗുണം ചെയ്യില്ലല്ലോ പാർട്ടിക്ക്. ആ ഗുണം ചെയ്യില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ CPIക്ക് എത്രത്തോളം പറയാൻ പറ്റുമെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു വല്യേട്ടൻ മനോഭാവം, അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം CPM നേതൃത്വത്തെ CPIയുടെ അണികൾ വിളിച്ചിട്ടുള്ളത്. ഒരു വല്യേട്ടൻ മനോഭാവം എല്ലാ കാലത്തും CPMനുണ്ട് എന്നുള്ളത്. തിരുത്തൽ ശക്തിയൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ആ തിരുത്തലിൻ്റെ ശക്തി എത്രത്തോളം നിലനിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി വരുന്നുണ്ട്. തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPI പരസ്യമായി ആവശ്യപ്പെടുകയാണ്. അതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, അദ്ദേഹത്തെ മാറ്റാത്തത് എന്താണ്, CPI പരസ്യമായി ആവശ്യപ്പെടുകയല്ലേ എന്ന്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം, ഒരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ അന്വേഷണം വരട്ടെ, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്നുള്ളതാണ്. അന്വേഷണത്തിന് 1 മാസം സമയമാണ് കൊടുത്തത്. 30ാമത്തെ ദിവസം ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ വരുന്നു. അന്ന് സെക്രട്ടേറിയറ്റ് അവധിയായിരുന്നു. വൈകിട്ട് 6:20 അദ്ദേഹം തൻ്റെ കാറിൽ സെക്രട്ടേറിയറ്റിലെത്തി ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റൊരു പോസ്റ്റിൽ നിയമിക്കുന്നു. അപ്പോഴും കടുത്ത നടപടി ഇല്ല. CPIയെ തൃപ്തിപ്പെടുത്തുക, അത് അവർ പറയുന്ന സമയത്ത് നടപ്പാക്കുക എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്ന സമയത്ത് ഞാനത് നടപ്പാക്കും എന്ന ലൈൻ അതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അമൃത സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ സെമി ഫൈനൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വരാൻ പോകുന്ന ഏപ്രിൽ മാസം പകുതിയോടുകൂടി ഉണ്ടാകാൻ പോകുന്ന എന്ന് നമ്മൾ കരുതുന്ന ആ തെരഞ്ഞെടുപ്പ്, അത് ഒരു യുദ്ധമല്ല, 2 യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കുമെന്ന സംശയമില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ
ഏറ്റവും കൂടുതൽ വീറും വാശിയുമുള്ള ആ തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം ഇക്കാലയളവിലെല്ലാം രണ്ട് മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിച്ച് വിജയം നേടിയിട്ടുള്ള ഇടയിലേക്ക് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ചെറുതായിട്ടെങ്കിലും നുഴഞ്ഞ് കയറിയിട്ടുണ്ട് എന്ന വസ്തുത ഇടത് പാർട്ടികൾക്കും കോൺഗ്രസിനും ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പല മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിൽ ഒരു 3 പേരടങ്ങുന്ന മത്സരം അതുണ്ടാകും എന്ന കാര്യത്തിലും സംശയം വെച്ച് പുലർത്തേണ്ടതില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പായി കണക്കാക്കുന്ന ഈ ഏപ്രിൽ മാസ പകുതിയോടുകൂടി നടക്കാൻ പോകുന്ന ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ സാമുദായിക സംഘടനകളിൽ പ്രബലമായ സംഘടനയായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖം കറുക്കാൻ CPM നേതാക്കൾ സമ്മതിക്കില്ല.